ഫിലിം ഗാരേജിന്റെ ഇന്ത്യൻ ടു മൂന്നാം ദിവസത്തെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ടു എന്ന സിനിമയുടെ ആദ്യ 3 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഞായറാഴ്ച ദിവസമാണല്ലോ. ചിത്രത്തിന്റെ 3 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ശങ്കറിന്റെ സംവിധാനത്തിൽ കമലഹാസൻ, SJ സൂര്യ, സിദ്ധാർത്ഥ് തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ ഇന്ത്യൻ ടു എന്ന സിനിമയുടെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ശനിയാഴ്ച ഇതേ സമയം 52 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 50 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് രണ്ടാം ദിവസം നല്ല രീതിയിൽ ഇടിവ് കളക്ഷന്റെ കാര്യത്തിൽ സംഭവിച്ചെങ്കിലും ഇന്ന് ഞായറാഴ്ച ദിവസം ശനിയാഴ്ചയേക്കാൾ വലിയ കാര്യമായ കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടില്ല. ഇന്നലെ 1 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടായ സിനിമയ്ക്ക് ഇന്നും 1 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 4 കോടി 35 ലക്ഷം 4 കോടി 50 ലക്ഷം റേഞ്ചിൽ ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ടു കേരള കളക്ഷനായിട്ടാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ കേരള ഷെയർ ഇന്നത്തോടെ 1 കോടി 75 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെടുന്നതാണ്. ഗോകുല മൂവീസ് ആണ് ചിത്രത്തിന്റെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി വേൾഡ് വൈഡ് തമിഴ്നാട് എസ്റ്റിമേറ്റിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ ആദ്യ 2 ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഒരു ഹോൾഡ് ഇന്ന് ഞായറാഴ്ചയും സിനിമയ്ക്കുണ്ട്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ 25 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 40 കോടിക്കടുത്തേക്ക് തമിഴ്നാട് കളക്ഷൻ എത്തപ്പെടാൻ സാധ്യതയുണ്ട്. ആദ്യ 2 ദിവസത്തെ ആന്ധ്ര തെലങ്കാന കളക്ഷൻ 15 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്നത്തോടെ 20 കോടി രൂപയ്ക്ക് മുകളിലാണ് 3 ദിവസത്തെ ആന്ധ്ര തെലങ്കാന കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി 3-ാം ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം 56 കോടി രൂപയ്ക്ക് മുകളിലും രണ്ടാം ദിവസം 30 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നലത്തെ കളക്ഷനോട് സമാനമായ കളക്ഷൻ, അതായത് 30 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് തന്നെയാണ് ഇന്ത്യൻ ടു എന്ന സിനിമയുടെ കളക്ഷനായിട്ട് ഇന്നും നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 100 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കിടക്കുന്ന സിനിമ 115-120 കോടി റേഞ്ചിലേക്ക് ആകെ 3 ദിവസത്തെ ഇന്ത്യൻ ടു വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും എത്തുന്നതാണ്. ഏകദേശം 250 കോടിയോളം ബഡ്ജറ്റിലാണ് ഇന്ത്യൻ ടു തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കളക്ഷൻ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 100 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്ന ഇന്ത്യൻ ടു എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.